അയാളിപ്പോ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവനിപ്പോ ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നൊന്നും അറിയില്ല. അവൻ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കള്ളക്കളി ഇന്ന് ഇവിടെ അവസാനിക്കും. ഹലോ, അങ്ങനെ മഹാലക്ഷ്മി പുതിയ പ്രൊമോയിൽ ഇന്നും നമ്മുടെ മാർക്കോന്റെ കാര്യമായിട്ട് പറയുന്നത്. ഡോക്ടർ എടുത്തെടുത്ത് പറയുന്നുണ്ട്, അയാൾ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ നിങ്ങൾ തയ്യാറായിരുന്നോളൂ, ഇനി ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് തീർത്തും നമ്മുടെ ഡോക്ടർ എല്ലാവരോടും കൂടെ പറയുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മിയും നമ്മുടെ മഞ്ജുവും കൂടെ ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് നമ്മുടെ കണ്ണനെ കാണുന്നുണ്ട്. കണ്ണൻ പറയുന്നുണ്ട്, ആ ഒരു സമയത്ത് ഞാൻ മാർക്കോനെ വല്ലാതെ അങ്ങോട്ട് ചെയ്തു പോയായിരുന്നു, പക്ഷേ അവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒട്ടും നമുക്കൊരു വ്യക്തത കിട്ടിയിട്ടില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി നമ്മുടെ കള്ളക്കളികളൊക്കെ തീരും മഹി എന്ന് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ മഞ്ജു മഹാലക്ഷ്മിയും ഞെട്ടി നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ദേവി മുത്തശ്ശി ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോരും വഴി ആ ആക്സിഡന്റിന്റെ സമയത്ത് നമ്മുടെ മാർക്കോന്റെ കയ്യിൽ നിന്നും വെയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ വെയില് നമ്മുടെ മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? മുത്തശ്ശി ആ വെയിലുമായിട്ട് മാർക്കോന്റെ അരികിൽ എത്തുമോ? മാർക്കോൻ അങ്ങനെ ജീവൻ തിരിച്ചു കിട്ടുമോ എന്നുള്ള കുറെ ചോദ്യങ്ങളാണ്. പോരാത്തതിന് നമ്മുടെ മേഘനാഥൻ തിരിച്ചു വരികയാണെങ്കിൽ അതൊരു ഒന്നൊന്നര വരവായിരിക്കും അല്ലെ. കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.